ഹൃദയമൊഴികളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചിന്ത അറിയുവാനുള്ള അവകാശം ദൈവികവും മൗലികവുമാണ് എന്നുള്ള ആ ചിന്തയാണ്. അറിയുവാനുള്ള അവകാശം അത് ഏതൊരു മനുഷ്യൻ്റെയും ജന്മാവകാശമാണ്. മൗലികമാണത്, ദൈവികമായ ദാനമാണത്. അതൊരിക്കലും നിഷേധിക്കപ്പെടാൻ പാടില്ല. ഇന്ന് ലോകത്തിൽ വിവരാവകാശ നിയമങ്ങൾ പോലും നിലവിലുണ്ട്. അറിവിൻ്റെ വാതായനങ്ങൾ വ്യത്യസ്തങ്ങളാണ്, അറിവിൻ്റെ തലങ്ങളും വ്യത്യസ്തങ്ങളാണ്. ഒരു മനുഷ്യൻ തൻ്റെ ലോകത്തെ അറിയുന്നതോടൊപ്പം ലോകം അങ്ങനെയുള്ളവരെയും അറിയുവാൻ തുടങ്ങുകയാണ്. അന്വേഷണ തൃഷ്ണയുള്ള ഒരു മനുഷ്യൻ അറിയുവാനുള്ള ആവേശത്തിൽ അതിരുകൾ ഒരിക്കലും ലംഘിക്കാൻ പാടില്ല. അനുവദനീയമായ അവകാശത്തിലും അധികാരത്തിലും ഒതുങ്ങി നിന്നുകൊണ്ട് ആരായുന്നത് ശ്ലാഘനീയവുമാണ്. എന്നാൽ ഒരുവൻ മറ്റൊരുവൻ്റെ അധികാര സീമയിൽ അതിക്രമിച്ച് കിടന്ന് തന്നെ ബാധിക്കാത്ത രഹസ്യങ്ങൾ നിയമവിരുദ്ധമായി ചോർത്തുന്നത് അപലപനീയവും ഹീനവുമായ കാര്യമാണ്. ഏതൊരുവൻ്റെയും ജീവിതത്തിൽ ആവശ്യം അറിഞ്ഞിരിക്കേണ്ട അറിവുകളുണ്ട്. മാതാപിതാക്കളിലൂടെയും ഗുരുബോധന്മാരിലൂടെയും ആധ്യാത്മിക ആചാര്യന്മാരുടെ ജീവിതാനുഭവങ്ങളിലൂടെയും ആർജിച്ചെടുക്കുന്നതായ അറിവുകളാണവ. അവയെല്ലാം ഭൗമിക അറിവുകളും ഭൗതിക മണ്ഡലത്തെ പരിപോഷിപ്പിക്കുന്നവയുമാണ്. ചിലർ അവനവൻ്റെ ലോകം സ്വയം സൃഷ്ടിച്ചെടുക്കുകയാണ്. നിരന്തരം പരിശ്രമങ്ങളും കഠിനാധ്വാനവുമാണ് അവരുടെ കൈമുതൽ. അറിവിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് അവരുടെ ലോകം വളരുന്നതും ഉയരുന്നതും. അതിൻ്റെ ഉൾമുറികളും മേൽപ്പുരകളും എല്ലാം അറിവിൻ്റെ നിറവായിരിക്കും. ചിലർക്ക് വിശേഷവിധിയായി ദൈവം നൽകുന്ന അറിവുകളുമുണ്ട്. ജ്ഞാനികളുടെ ജ്ഞാനി എന്ന ആ പേരിൽ അറിയപ്പെടുന്ന സോളമനെ പോലുള്ളവരാണവർ. മറ്റു ചിലർ ലോകപരമായ അറിവിനോ മാത്രം ഒതുങ്ങുമ്പോൾ മറ്റു ചിലർക്ക് ദൈവികമായ ജ്ഞാനത്തിലൂന്നിയുള്ളതായ ഒരു ലോകമാണ് അവർക്കുള്ളത്. എന്നാൽ ഏതൊരു മനുഷ്യനും ആവശ്യം അറിഞ്ഞിരിക്കേണ്ട ഉന്നതമായ അറിവുണ്ട്. അതെന്തെന്നാൽ അത്യുന്നതനായ ദൈവം സ്വർഗോന്നതികളെ വെടിഞ്ഞി താണഭൂമിയിൽ മനുഷ്യനെ തേടി വന്നു എന്നുള്ളതും നമ്മുടെ പാപപരിഹാരത്തിനായി കാൽവറി മലയിൽ സ്വന്തം ശരീരം യാഗമാക്കി എന്നുള്ളതുമാണ്. ആ ബലിയിൽ ഒരുവൻ വിശ്വസിച്ച് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ തനിക്ക് നിത്യജീവൻ ലഭിക്കുമെന്ന തിരിച്ചറിവാണ് ഏതൊരു മനുഷ്യനും അത്യാവശ്യമുണ്ടാകേണ്ട അറിവ്. ഈ അറിവ് മനുഷ്യൻ്റെ യുക്തിബോധവും തത്വസംഹിതകളും നൽകുന്ന അറിവല്ല. വിശുദ്ധ ലിഖിതങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഉൾക്കാമ്പിലെ തിരിച്ചറിവാണ്, ഉൾക്കാഴ്ചയാണത്. ബുദ്ധിയുടെയും യുക്തിയുടെയും മുൻവിധിയുടെയും അവിശ്വാസത്തിൻ്റെ അരിപ്പ് കൊണ്ട് അരിച്ചെടുക്കേണ്ടവയുമല്ലത്. വിശ്വാസത്താൽ ഉൾക്കാമ്പിൽ ഉയരേണ്ട സമുന്നതമായ അറിവാണിത്. മണ്ണുകൊണ്ട് മെനയപ്പെടുകയും മൺപുരകളിൽ പാർക്കുകയും മണ്ണിനോട് പടവെട്ടുകയും മണ്ണിൽ നിന്ന് കുടിക്കുകയും മണ്ണിൽ നിന്ന് ആഹരിക്കുകയും മണ്ണിനോട് പടവെട്ടി മണ്ണിൽ പിടഞ്ഞു വീണ് പ്രജ്ഞറ്റു വീഴുന്ന ഈ മനുഷ്യൻ ഒരുപിടി മണ്ണായി തീരുമെന്നും ക്ഷണികതയുടെ വിളനിലമാണ് ഇമർത്യ ശരീരം മനുഷ്യ ജീവിതമെന്നുമുള്ള ഒരു തിരിച്ചറിവും മനുഷ്യനുണ്ടാകേണ്ടതുണ്ട്. എന്നാൽ മണ്ണും വിണ്ണും തമ്മിൽ സംയോജിക്കാൻ ദൈവം അവൻ്റെ ഉള്ളിൽ നൽകിയ ഒരു ദൈവാത്മാവുണ്ടെന്നും അത് തിരികെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് എത്തേണ്ടതാണെന്നുമുള്ള തിരിച്ചറിവാണ് ഒരു മനുഷ്യന് ആവശ്യമുണ്ടാകേണ്ട ഏറ്റവും ഉന്നതമായ അറിവെന്ന് പറയുന്നത്. ഒരു മനുഷ്യനിങ്ങനെ പാടി, മണ്ണാകും ഈ ശരീരം മണ്ണോട് ചേർന്നാലുമേ എന്ന് പറഞ്ഞ് പാടും. അതെ, ഈ ശരീരം മണ്ണോട് ചേരുമെന്നും ഈ മൺകൂടാരത്തിൽ കുടികൊള്ളുന്ന ഒരാത്മാവുണ്ട്, ദൈവദത്തമായത്. അത് തിരികെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് തിരികെ ചേരേണ്ടതുമാണ്. അതിന് ഈ ശരീരം, മണ്ണാകുന്ന ശരീരം ദൈവത്തിൻ്റെ ആലയമായി മാറേണ്ടതും അനിവാര്യമാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ആ തിരിച്ചറിവ് ഒരുവൻ്റെ ഉള്ളിലുണ്ടാകുമ്പോൾ കർത്താവായ യേശുവിനെ ഒരുവൻ്റെ ഹൃദയത്തിനുള്ളിൽ സ്വീകരിച്ച് ഹൃദയത്തിൻ്റെ ശ്രീകോവിലിലേക്ക് മുഖ്യസ്ഥാനം നൽകി കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ കഴിയുന്നതാണ്. അങ്ങനെയുള്ളൊരു അറിവാണ് ഏതൊരു കാലത്തെയും ഏത് മനുഷ്യനും ഉണ്ടായിരിക്കേണ്ടത്. ആ അറിവിലേക്ക് സർവേശ്വരൻ ദൈവം ഏവരെയും നയിക്കട്ടെ.
ലോകപരമായ, ഭൗതികമായ, ഭൗമികമായ അറിവുകളെക്കാളും ദൈവികമായ അറിവുകളിലൂടെ നിത്യമായ ദൈവത്തിൻ്റെ അടുക്കലേക്ക് എത്തുവാനുള്ള സവിശേഷപരമായ അറിവ് ജ്ഞാനവും ഏവർക്കും ദൈവം നൽകട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ട് വാക്ക് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, ഈ ചെറിയ സന്ദേശം കേട്ട ഓരോ വ്യക്തികളെ അനുഗ്രഹിക്കണം. കർത്താവേ, ഭൗമികമായ ഭൗതികമായ അറിവിനേക്കാളുപരി സ്വർഗീയമായ അറിവ് ലഭിപ്പാൻ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം, ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം, ദൈവവചനത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം, നിത്യജീവനെക്കുറിച്ചുള്ള പരിജ്ഞാനം, നിത്യനായ ക്രിസ്തു ക്രൂശിൽ മരിച്ചത് നിത്യജീവൻ തരാൻ വേണ്ടിയാണെന്നുള്ള പരിജ്ഞാനം, അറിവും നൽകി അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ.